സ്ട്രാറ്റജിക് ടൈം ഔട്ടിന് ശേഷം അവസാന 6 ഓവറിൽ 99 റൺസാണ് അടിക്കുന്നത്. അതിൽ തന്നെ തിലകിൻ്റെ ആ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ 324 ആ സമയത്ത് തിലകിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത്. ഡെത്ത് ഓവറിൽ 300 മുകളിൽ സ്ട്രൈക്ക് റേറ്റ് അതും അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെ അതിനകത്ത് നേടുന്നുണ്ട്, സെഞ്ചുറിയിലേക്ക് എത്തുന്നുണ്ട്. 22 ബോളിൽ 19 എന്ന നിലയിൽ നിന്നാണ് പിന്നീട് ആ ഒരു ഷിഫ്റ്റിംഗ് വരുന്നത്. 45 ബോളിൽ സെഞ്ചുറി അടിക്കുന്നു. അപ്പോൾ സ്ട്രാറ്റജി ടൈം ഔട്ടിൻ്റെ സമയത്ത് ജയവർദ്ധനയും പൊള്ളാടും വന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഹാർദിക് പാണ്ഡ്യ എന്തോ കാര്യമായി ചൂടാവുന്നുണ്ട്. അപ്പോൾ മത്സരത്തിന് ശേഷം ഹാർദിക് പറയുന്നത്, നമ്മളൊന്ന് ഭയങ്കര തെറി വിളിക്കുക, നമ്മൾ ഈ കണ്ണൻ ക്രിക്കറ്റിൽ പറയുമല്ലോ അടിച്ച് കളിക്കണം എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് സാധനമെന്ന് കരുതും. പക്ഷേ ഹാർദിക് പാണ്ഡ്യ പറയുന്നത് വൈറ്റ് ദ ബോൾ ഹിറ്റ് ദ ബോൾ എന്ന് മാത്രമേ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുള്ളൂ. സ്ട്രാറ്റജിക് പ്ലാൻ ആയിരുന്നു, അതൊന്നും അല്ലാന്നുള്ളത് നമുക്കറിയാം. എന്തായാലും ഹാർദിക് പറയുന്ന വേറൊരു പോയിന്റ് കൂടിയുണ്ട്. തിലകിന് ഒരുപാടൊന്നും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. തിലക് ക്ലാസിക്കൽ പ്ലെയറാണ്, ക്വാളിറ്റിയുള്ള പ്ലെയറാണ്. അവൻ്റെ ഗെയിം കളിച്ചാൽ തന്നെ നല്ല സ്കോർ നേടാൻ കഴിയുമെന്നുള്ളൊരു സാധനം ഹാർദിക് പാണ്ഡ്യ പറയുന്നുണ്ടായിരുന്നു. തിലകിന് പറഞ്ഞ പോലെ കോൺഫിഡൻസിൻ്റെ പ്രശ്നം നന്നായിട്ടുണ്ടായിരുന്നു. 43 റൺസാണ് തൊട്ട് മുമ്പ് നടന്ന 5 കളിയിൽ നിന്ന് തിലക് നേടിയിട്ടുള്ളത്. ഈ ഒരൊറ്റ മത്സരമായപ്പോഴേക്ക് അദ്ദേഹം ട്രാക്കിലായി. ഇപ്പോൾ ഈ ക്വാളിറ്റിയുള്ള പ്ലെയേഴ്സ്, കയ്യിൽ മരുന്നുള്ള പ്ലെയേഴ്സിന് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ സഞ്ജു സാംസൺ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, സഞ്ജുവിന് ട്രാക്കിലേക്ക് തന്നെ ഒരു ഒറ്റ മത്സരം മതി, പിന്നെ അങ്ങ് സെറ്റാവും. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസമുള്ള കാര്യം തന്നെയാണ് തിലക് ട്രാക്കിലായി. ഒപ്പം തന്നെ ബുംറ ഒരു വിക്കറ്റ് എടുത്ത് തുടങ്ങിയെന്നുള്ളത്. ഇനി ബുംറയെ പേടിക്കാൻ വേണം. ഇതുവരെ എതിർ ടീം ഒരു ബഹുമാനം കൊടുത്ത് ബുംറയെ അങ്ങനെ ഒരു പരിധിക്കപ്പുറം അടിക്കാതെ അങ്ങ് നിർത്തുമായിരുന്നു. പക്ഷേ ഇനി ബുംറയെ പേടിക്കണം. ബുംറ വിക്കറ്റ് എടുത്ത് തുടങ്ങി, അത് എതിർ ടീമിന് കൃത്യമായൊരു വാർണിംഗ് തന്നെയാണ്. അപ്പം തന്നെ മുംബൈ ഇന്ത്യൻസ് കിരീടം നേടിയിട്ടുള്ള സമയങ്ങളിലെല്ലാം വളരെ മോശം അവസ്ഥയിൽ നിന്ന് പോയൊരു സമയം. ഇപ്പോൾ തൊട്ട് മുമ്പ് കിരീടം നേടിയ സമയത്ത് പോലും തുടരെ 5 മത്സരം തോറ്റൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ആ ഒരു പഴയ കമ്പാരിസണൊക്കെ വെച്ചിട്ട് MI ഫാൻസ് ഇറങ്ങിയിട്ടുണ്ട്, ഇനി ഞങ്ങളുടെ ടൈമാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും നമുക്കത് കാത്തിരുന്ന് കാണാം.